സ്റ്റേഷന് തൊട്ട് തുടങ്ങിയതാണ് തന്റെ കഴപ്പ്. ഇപ്പൊ അയാളൊന്ന് പോയപ്പോഴാണ് തുടങ്ങിയത്. പിന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്യാൻ വെച്ചിട്ട് അങ്ങ് ഓവറാക്കരുത്. കുറെ നേരായി സ്റ്റേഷൻ തൊട്ട് തുടങ്ങിയത് അയാളെ കഴപ്പ്. ഇത് എല്ലാരും കാണട്ടെ ഒന്ന്. സ്റ്റേഷൻ തൊട്ട് ഇയാളെ താൻ മിണ്ടരുത്. സ്റ്റേഷനിൽ തൊട്ട് ഇയാൾ തുടങ്ങിയതാ. അപ്പോഴേ ഞാൻ മൈൻഡാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ചങ്ങായി അന്ന് എണീറ്റ് പോയപ്പോ ഇയാൾ പിന്നെ ബാഗ് വെച്ച് കവർ ചെയ്ത് തുടങ്ങുന്നത്. രണ്ടു ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ നേരത്തെ നടന്ന ഒരു സംഭവം റീ അപ്ലോഡ് ചെയ്തതായിരിക്കാം. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിലും സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള കാര്യം ഇതാണ്. ഒരു വ്യക്തി വളരെ ഡീസന്റ് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ലൈംഗികാവയവം ട്രെയിനിനകത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ പ്രദർശിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിലും മാസ്റ്റർബേറ്റ് ചെയ്യുകയോ ഒക്കെ ആയിരിക്കും ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. വേറെ ട്രെയിനിൽ നിന്നവരൊന്നും പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കമന്റ് ബോക്സിലുള്ളവർ പറയുന്ന അനുസരിച്ചിട്ട് യവൻ അടിപൊളി പണിയാണ് കിട്ടിയേക്കുന്നത്. ജീവിതകാലത്തിൽ ഈ ഒരു കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യത്തില്ല. തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ആ ഒരു പ്രോബ്ലം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതൊരു രോഗാവസ്ഥയാണ്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ എൻജോയ് ചെയ്തൊന്നും ചെയ്യുന്നതല്ല. കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ അല്ലെങ്കിൽ പാരാഫിലിക് ബിഹേവിയർ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പൊതുസ്ഥലത്ത് അദ്ദേഹത്തിന്റെ തന്നെ കൺട്രോളിലല്ലാതെ ലൈംഗികാവയം പ്രദർശിപ്പിക്കുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, എക്സിബിഷനിസം എന്ന് പറയും ലൈംഗികത പ്രദർശിപ്പിക്കുന്നത്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. പലപ്പോഴും ഇത് സെക്ഷൽ പ്ലഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഉണ്ടാകാറുള്ളത്. സമാനമായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രോബ്ലം 100% പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നതെന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ഏകദേശം 4 പേരോളം ഇതേ അവസ്ഥയിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓരോരുത്തരും അത് എക്സ്പ്രസ് ചെയ്യുന്നത് പല വിധത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഇമോഷൻസ്, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെ ഏകദേശം ഒരുപോലെ വരുന്നത്. 2-3 ദിവസത്തിനകത്ത് പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളെയും നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ളവർ തന്നെയാണ്. നിങ്ങൾ എവിടെയൊക്കെയോ വെച്ചിട്ട് ഒന്ന് വഴിമാറി പോയെന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഇത് ഒരാളൊന്നുമല്ല കേട്ടോ, ആയിരക്കണക്കിന് പേര്, 10,000-കണക്കിന് പേര് സമാന മാനസികാവസ്ഥയിലുള്ളവർ നമ്മുടെ തന്നെ സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റുമുണ്ട്. ഇതേപോലെ ഓപ്പൺ ആയി പോകുന്നവർ കുറവാണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് വന്ന് കമന്റ് ഇട്ടിട്ട് പോയില്ലേ, അതിനകത്ത് യഥാർത്ഥത്തിൽ പലർക്കും ഇതേപോലെ തന്നെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് ദേഷ്യമായിട്ടായിരിക്കും പുറത്തു വരുന്നത്, ചിലർക്ക് ഈ ബിഹേവിയർ മറ്റൊരു വിധത്തിലായിരിക്കാം. എല്ലാം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് കൂട്ടിക്കഴിക്കുകയൊന്നും ചെയ്യുന്നില്ല. സമാന മാനസികാവസ്ഥയിലുള്ളവരുടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ടീനേജ്, ആ ഒരു സമയമാകുമ്പോൾ സെക്ഷൽ ഫീലിങ്സ് നോർമലി ഉണ്ടായി വരുമല്ലോ. ഉണ്ടായി വരുമ്പോൾ കുറ്റബോധവും പേടിയും ഒക്കെ കാരണം ഇവർ ഒരുപാട് ഇതിനെ സപ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടിട്ട് ഗിൽറ്റും അതേപോലെ പേടിയൊക്കെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ്. അവരെ മറ്റുള്ളവർ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു റീസൺസ് കാരണമായിരിക്കാം ഇവർക്ക് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. നോർമലി ഒരു മനുഷ്യൻ ഉണ്ടാവുന്നതാണ് സെക്ഷൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ പോലെ അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ഓപ്പൺ ആയി പോകും. ഇപ്പൊ ഒരു പെട്ടെന്നൊന്ന് പാനിക് ആവും. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയും ആ സമയത്ത് ആങ്സൈറ്റി നല്ലോണം ഇൻക്രീസ് ആയി കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പാസ് ചെയ്യുന്നു. കുട്ടിക്കാലത്തൊക്കെ അവർ സ്വകാര്യമായിട്ടുള്ള അവരുടെ സ്ഥലത്തിരുന്ന് തന്നെ ആയിരിക്കും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതോ ലൈംഗികാവയവങ്ങൾ ടച്ച് ചെയ്യുന്നതോ ഒക്കെ. അതൊന്നും അവർക്ക് ഒരു പ്രോബ്ലം ആവുന്നില്ല. കുറെ കഴിയുമ്പോഴത്തേന് ഈ ഹാബിറ്റ് നല്ലോണം കൂടി വരും. എത്രയും പെട്ടെന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കും. ഇതിനുള്ള ട്രിഗർ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലർ പറഞ്ഞ അനുസരിച്ചിട്ട് അവർക്ക് സ്ത്രീകളെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് ഫീൽ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റ് കാണുമ്പോൾ, അതായത് സ്ത്രീകളുടെ മാറിടം കാണുമ്പോൾ അത് ട്രിഗർ ആകാറുണ്ട്. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ചെറിയൊരു തോട്ട് പ്രോസസ്സ് വന്നാൽ മതി, ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള മെമ്മറി വന്നാൽ മതി. അപ്പൊ എങ്ങനെ ഏത് ഒരു ആംഗിളിൽ കൂടെ ഫീലിങ്സ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇവർക്ക് തോന്നുന്നത് കുറ്റബോധവും പേടിയൊക്കെ ആണ്. പേടി വന്നു കഴിഞ്ഞാൽ പാനിക് ആവുന്നു. പാനിക് ആയി കഴിഞ്ഞാൽ ആ പേടിയെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓൾറെഡി ഇവർ പഠിച്ചു വെച്ച ബിഹേവിയർ എന്തുവാണ്? മാസ്റ്റർബേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുന്നതായിരിക്കാം, അത് ഓപ്പൺ ആക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഇത് അടച്ചു വെക്കുന്നതിന് പകരം അവരെടുത്ത് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് വരുന്നത്. അപ്പൊ അവരുടെ റൂമിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അവരുടെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ ആങ്സൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയുള്ള, ഫിയറിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ളത്. അവർ അവിടെ നിന്ന് ചെയ്തു തുടങ്ങിയത് പുതിയ സ്ഥലത്തോട്ട് വരുന്നെന്നുള്ളതേ ഉള്ളൂ, പബ്ലിക് ആവുന്നെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് പബ്ലിക് ആണ് എന്നുള്ള ഒരു ബോധ്യം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല. പബ്ലിക് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് ഒട്ടും വർക്കിംഗ് അല്ല ഇവരുടെ എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞ അനുസരിച്ചിട്ട് അയാൾക്ക് ആ ഒരു സ്റ്റേജിൽ, അതായത് പീക്ക് ആങ്സൈറ്റി എത്തുന്ന സ്റ്റേജിൽ അയാൾക്കൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല.
ജസ്റ്റ് ഒരു ഫോഗ് പോലെ, ഒരു മഞ്ഞ് പോലെയൊക്കെ കാണുന്നുള്ളൂ. അവരുടെ കൈയുടെയോ കാലിലെയോ ഒന്നും ആക്ഷൻസ് ഒന്നും പുള്ളിയുടെ കൺട്രോളിലല്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നല്ലാതെ ഒന്നും അറിയുന്നില്ല. ചെവിക്കകത്തൊരു മൂളല് പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ദേഹം മൊത്തം ചൂടായി വരുന്നത് പോലെയോ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഫീലിങ്സ് ആണ് ആ സമയത്ത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അവര് അറിഞ്ഞുകൊണ്ടിട്ടല്ല ഈ ഒരു കാര്യം അവിടെ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി അതങ്ങ് റിപ്പീറ്റ് ആയി പോവുകയാണ്. ഇപ്പോൾ OCD ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം ആങ്സൈറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ചില കണ്ടിന്യൂസ് ആയിട്ട് കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നവരില്ലേ, അപ്പൊ അവർ നമ്മൾ ചെന്ന് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ചില സമയത്ത് ഭയങ്കര പീക്കായിട്ടുള്ളവർക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല. അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഹാൻഡ് വാഷ് ചെയ്ത് നിർത്തിയിട്ട് ഒരു സമാധാനമായിട്ട് ഒരു തിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഫോം ആയി പോകുന്ന ഒരു ബിഹേവിയർ ആണ് ഇത് തന്നെ. ഇത് മാറ്റാൻ പറ്റും. ഇപ്പോഴെങ്കിലും മുന്നോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രൈം ആകുന്നതിന് മുമ്പ്, നിങ്ങളെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനും സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാന്യമായിട്ട് ജീവിച്ചു പോകാനും ഒക്കെ പറ്റും. ഇവരെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തള്ളി കഴിഞ്ഞാൽ സമൂഹത്തിനോട് മൊത്തത്തിലുള്ള റിവെഞ്ച് ഉണ്ടാവും. അപ്പോഴാണ് കൊച്ചു കുട്ടികളിലേക്കും എതിർക്കത്തില്ല എന്ന് ഉറപ്പുള്ള സ്ത്രീകളെയൊക്കെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നത്. ഇതേ പ്രോബ്ലം തന്നെ സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. അവിടെയും എക്സിബിഷൻസും വരുന്നുണ്ട്. സ്വന്തമായിട്ട് പ്രദർശിപ്പിച്ച് മറ്റുള്ളവർ കാണുന്നു, എൻജോയ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ആദ്യം അതിനെ അലോ ചെയ്യുകയും കുറെ കഴിയുമ്പോഴത്തേനും അവിടെ വയലന്റ് ആയിട്ട് നമുക്കുണ്ടായ ഗിൽറ്റ് ഫീലും ദേഷ്യവും എല്ലാം ആ ഒരു വ്യക്തിയിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ ആൾക്കാർ ഇടിക്കുന്നതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യുന്നു. ആ സമയത്തൊന്നും നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. കുറെ കഴിയുമ്പോൾ അതിനകത്ത് കുറ്റബോധം തോന്നുന്നു. ചില ചിന്തിക്കും ഇമാതിരി ഒരു പോക്കൃത്തരം കാണിക്കുന്നവനെ ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്നുള്ളത്. ഇത് സപ്പോർട്ടെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളൊരു ഡിസോർഡർ കണ്ടു, അതൊരു വീഡിയോയിലാണ് കണ്ടത്. അതൊരു ഡിസോർഡർ ആണെന്ന് പറഞ്ഞു, ആ ഡിസോർഡറിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രോബ്ലം ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ കമന്റ് ഇട്ടതിനകത്ത് പോലും ഒളിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ മുന്നോട്ട് വരികയും പരിഹരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്. നിങ്ങൾ അതിനകത്തോട്ട് പോകും. ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഏജ് കഴിയുമ്പോഴത്തേനും പറ്റത്തില്ല. പലരും പറയത്തില്ലേ ഇതിനകത്ത് ഈ പ്രശ്നം കൂടുതലുള്ളത് അമ്മാവന്മാർക്കാണ്, പ്രായം കൂടി വരുന്നതനുസരിച്ചിട്ടാണെന്നുള്ളതൊക്കെ. സത്യമാണ്. കുറെ നാൾ കഴിയുമ്പോഴത്തേന് ഇത് സഹിക്കാൻ പറ്റാത്ത സ്റ്റേജിലോട്ട് വരുവാണ്. ഇതിനൊരു ട്രാൻസിഷൻ ഉണ്ട്. തുടക്കത്തിൽ ചിലപ്പോ ഭയങ്കര വിഷമമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ആയിട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അടുത്ത സ്റ്റേജിൽ അടുത്ത ലെവലിലോട്ട് വരും. അത് ഫെയിൽ ആകുമ്പോൾ അടുത്ത ലെവലിലോട്ട് വരും. അങ്ങനെ കൂടി വന്നിട്ട് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ബിഹേവിയറിലോട്ട് ഗ്രാജുവൽ ആയിട്ടായിരിക്കും ചിലർ പോകുന്നത്. ചിലർ ഡയറക്റ്റ് ആയിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ കണ്ട് കാര്യം പഠിച്ചു വെച്ചേക്കുന്നതിലോട്ട് വരാനും ചാൻസ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള ഡിപ്രഷനും ആങ്സൈറ്റിക്കും ഒക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ മടി കാണിക്കുന്ന ഒരു സൊസൈറ്റിയിലോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ ഗുണമില്ല എന്നുള്ളത് അറിയാം. എന്നാൽ തന്നെയും നമ്മൾ ജസ്റ്റ് പറയുവാണ്, നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് പറയുവാണ്. ഇത് കേൾക്കുന്നതിൽ ആരെങ്കിലും ഒരാൾക്ക് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ നാണക്കേട് വിചാരിച്ചിരിക്കേണ്ട കാര്യം എന്തുവാണ്? എല്ലാ അസുഖങ്ങൾക്കും ആശുപത്രിയിൽ ആദ്യം ഓടിപ്പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ മലയാളികൾ തന്നെയാണ്. പക്ഷെ മാനസിക പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്ന് അറിയുമ്പോൾ നാണക്കേട് കാരണം പോകാതിരിക്കും. അത് എവിടുത്തെ ലോജിക്കാണ്? മാനസിക പ്രശ്നങ്ങൾക്കല്ലേ ആദ്യം നമ്മൾ പരിഹാരം എടുക്കേണ്ടത്. ഫോറിൻ കൺട്രീസ് ഒക്കെ നോക്കുക, അവർ ജിമ്മിൽ പോകുന്ന ലാഘവത്തോടു കൂടിയാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നത്. ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോയി ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. നമ്മുടെ സൊസൈറ്റിക്ക് അതിനുള്ള ആ ഒരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതേപോലുള്ള കാര്യങ്ങൾ ഇത് കൺവെർട്ട് ആയി ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഭീകരമായിട്ടുള്ള ഒരു ക്രൈം ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുന്നതെന്ന് പറയുന്നത്.